ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആ ഒരു ഭഗവാനാണ് പരമേശ്വരൻ എന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ ആ ഒരു സംഹരിക്കുന്ന ദേവനാണ് പരമേശ്വരൻ. അതുകൊണ്ട് തന്നെ പരമേശ്വര പ്രീതി ഉണ്ട് എങ്കിൽ നമ്മെ ആദേശം ചെയ്തിട്ടുള്ള ഗ്രഹദോഷങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മനസ്സിന്റെ തീരാ ദുഃഖങ്ങൾ, കടബാധ്യതകൾ, അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഹരിക്കുവാനും അതിൽ നിന്നുള്ള കാഠിന്യത്തിൽ നിന്ന് മോചിതനാകുവാനും സാധിക്കുന്നതാണ്. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്, ജീവിതത്തിൽ കുറച്ചു നാളായി വളരെയധികം ദുരിതവും കഷ്ടപ്പാടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാര് നിർബന്ധമായും ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അനുഷ്ഠിക്കുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇന്ന് ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും, സാമ്പത്തികമായ ബാധ്യതകളും, മനപ്രയാസവും, കുടുംബത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും, തൊഴിലിടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നവും, പഠനത്തിലും അവരുടെ ആ ഒരു പ്രൊഫഷനിലും എവിടെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു തടസ്സത്തെ അവർക്ക് അമർച്ച ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ്, നമ്മുടെ കർമ്മദോഷമാണ് നമ്മൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മഫലത്തെ നമുക്ക് മടക്കി നൽകുവാൻ അവർ ഭഗവാൻ നിയോഗിച്ചിട്ടുള്ളത് നവഗ്രഹങ്ങളെയാണ്. ആ നവഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കാൻ ശക്തിയുള്ളതും മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നതും സകലവിധമായ ദുരിതത്തെ പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു ഗ്രഹമാണ് ശനി എന്നുള്ളത്. മറ്റ് ഗ്രഹങ്ങളിൽ വെച്ച് ഈശ്വരൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു ഗ്രഹം കൂടിയാണ് ശനി. ശനീശ്വരൻ എന്നാണ് നമ്മൾ ശനിയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. ശനീശ്വരന് കർമ്മഫലദാതാവ് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യപാപ കർമ്മങ്ങളുടെയും കണക്ക് സൂക്ഷിക്കുന്നത് ആ ഒരു ശനിദേവനാണ്. കണ്ടകശനി, ഏഴര ശനി, അഷ്ടമത്തിൽ ശനി, ജന്മശനി തുടങ്ങിയ ശനി ദശാകാലത്തൊക്കെ തന്നെ ശനിദേവൻ ഓരോരുത്തരുടെയും കർമ്മഫലത്തിനനുസരിച്ച് നന്മ ചെയ്താൽ നന്മയുടെ ഫലവും, തിന്മ ചെയ്താൽ ആ ഒരു തിന്മയ്ക്കുള്ള തിരിച്ചടിയും നൽകുന്നതാണ്. ശനിയുടെ ദോഷം ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് കണ്ടകശനി, അഷ്ടമത്തിൽ ശനി, ഏഴര ശനി, ജന്മശനി തുടങ്ങിയ ശനിദോഷം ആദേശം ചെയ്തിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവർ നിർബന്ധമായും ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അനുഷ്ഠിക്കുക വഴി അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ കണ്ടകശനി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ നക്ഷത്രക്കാരും രാശിക്കാരും ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശനി ഇപ്പോൾ കുംഭരാശിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജന്മരാശിയുടെ 4, 7, 10 ഭാവങ്ങളിലൂടെ അല്ലെങ്കിൽ ജന്മക്കൂറിന്റെ കേന്ദ്ര രാശികളിൽ കൂടി ആ ഒരു ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത്. വിശാഖം അവസാന പാദം, അനിഴം, കേട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ ആ ഒരു വൃശ്ചിക കൂറുകാര്, മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ ഒരു പാദം ചേരുന്ന ആ ഒരു ചിങ്ങക്കൂറുകാര്, കാർത്തികയുടെ അവസാന 3 പാദങ്ങൾ, രോഹിണി, മകൈരത്തിന്റെ ആദ്യ 2 പാദങ്ങൾ ചേരുന്ന ഇടവക്കൂറ്. ഇങ്ങനെ ഈ 3 കൂറിൽ ഉൾപ്പെട്ട ആ ഒരു നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ കണ്ടകശനിയുടെ ആ ഒരു കാലഘട്ടമാണ്. വളരെയധികം മനപ്രയാസവും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും രോഗദുരിതങ്ങളും, കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയും, ബന്ധുക്കൾ തമ്മിൽ അന്യോന്യം കലഹവും, തൊഴിലിടത്തിൽ പ്രശ്നവും, മെച്ചപ്പെട്ട ആ ഒരു തൊഴിൽ ലഭിക്കാതെ വരികയും തുടങ്ങി പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് രോഗദുരിതങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരെ നിർബന്ധമായും ഈ ഒരു ശിവരാത്രിക്ക് വ്രതം അനുഷ്ഠിക്കണം. ഇനി ആ ഒരു അഷ്ടമശനി ബാധിച്ചിട്ടുള്ള നക്ഷത്രക്കാർ, ജന്മരാശിയുടെ 8ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോഴാണ് അഷ്ടമശനി അനുഭവവേദ്യമാകുന്നത്. കർക്കിടക രാശിക്കാർക്കാണ് ഇപ്പോൾ അഷ്ടമശനി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പുണർദം നക്ഷത്രത്തിന്റെ അവസാന പാദവും പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു കർക്കിടക കൂറുകാർക്കാണ് ഇപ്പോൾ അഷ്ടമശനി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള അപകടങ്ങളും ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന കാലമായിരിക്കും, സംഭവിക്കുന്ന കാലമായിരിക്കും. എല്ലാ കാര്യത്തില് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും സർവത്ര നാശമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. പല പല അപകടങ്ങളിലും ചെന്ന് ചാടാനുള്ള സാധ്യതകൾ, പലതരത്തിൽ നമ്മൾ അപമാനപ്പെടാനുള്ള ആ ഒരു സാധ്യതകൾ, അലച്ചിൽ, ഇതൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇനി ആ ഒരു ഏഴര ശനിയെ ബാധിച്ചിരിക്കുന്ന 3 കൂറുകാരാണ്. ആ കൂറിലടങ്ങുന്ന നക്ഷത്രക്കാര് നിർബന്ധമായും ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിരിക്കണം. അപ്പോൾ ഏഴര ശനി മകരം, കുംഭം, മീനം എന്നിങ്ങനെ കൂറുകളിൽ ജനിച്ചിരിക്കുന്ന ആളുകളെ പിടിപെട്ടിട്ടുണ്ട്. അതിൽ മകരക്കൂറ് ഉത്രാടം അവസാന 3/4 ഭാഗം, അതുപോലെ തിരുവോണം, അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ 2 പാദങ്ങൾ ചേരുന്ന മകരക്കൂറുകാർക്ക് അവരുടെ 2ാം ഭാവത്തിലൂടെ ആ ഒരു ശനി സഞ്ചരിക്കുകയാണ്. അതായത് ഏഴരാണ്ട് ശനിയുടെ ഏകദേശം അവസാന ഭാഗത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി അടുത്തത് കുംഭരാശിക്കാരാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന 2 പാദങ്ങൾ, ചതയം പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദങ്ങൾ ചേരുന്ന ആ ഒരു കുംഭരാശിക്കാര് 7.5 ശനിയുടെ കാലഘട്ടമാണ്. മാത്രമല്ല അവർക്ക് ജന്മശനി എന്ന ആ ഒരു ദോഷ സമയം കൂടിയാണ്. നിർബന്ധമായും ഈ പറഞ്ഞ നക്ഷത്രക്കാര് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക. നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ശിവന് വഴിപാടും അർച്ചനയും നടത്തുക. പൂജാദ്രവ്യങ്ങൾ ആ ഒരു ക്ഷേത്ര നടയിൽ വാങ്ങി സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ശനിദോഷം ഒഴിഞ്ഞു പോകുന്നതാണ്. ഇനി അടുത്തത് അവർ മീനക്കൂറുകാരാണ്. പോരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആ ഒരു മീനക്കൂറുകാർക്ക് ഇത് 7.2 ശനിയുടെ ആരംഭകാലമാണ്. അവരും നിർബന്ധമായും ഈ ഒരു ശിവരാത്രി വ്രതത്തെ അനുഷ്ഠിച്ചിരിക്കണം. അതിലൂടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ വിധത്തിലുള്ള ദുരിതവും ദുഃഖവും അശേഷം ബാധിക്കാതെ പോകുന്നതാണ്. ശനിദോഷം നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ശനിദേവനെ നമ്മൾ പ്രീതിപ്പെടുത്തുക. ശനിദേവനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ശിവഭഗവാനെ നമ്മൾ വഴിയാമണ്ണം ആരാധിച്ച് ശിവഭഗവാന്റെ പ്രീതി നമ്മൾ നേടിയെടുക്കണം. ഇതര ദിവസങ്ങളിൽ നമ്മളൊരു പൂജയോ വഴിപാടോ പ്രാർത്ഥനയോ മന്ത്രമോ ചൊല്ലി ആ ഒരു ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിൽ 1000 മടങ്ങ് ഫലം ഈ ഒരു ശിവരാത്രി ദിവസം നമ്മൾ ശിവഭഗവാനെ ആരാധിക്കുന്നതിലൂടെ, വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ, സ്തോത്രങ്ങളും മന്ത്രങ്ങളും നാമജപങ്ങളും ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നമുക്ക് കൈവരുന്നതാണ്. അക്കാരണം കൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിൽ ഈ ഒരു ശനിദോഷത്തിന് നമ്മൾ ചെയ്യുന്ന ആ ഒരു പരിഹാരങ്ങളെക്കാൾ 1000 ഇരട്ടിയിലധികം ആ ഒരു ഗുണം നമുക്ക് ഈ ഒരു ശിവരാത്രിയിൽ ശനിദോഷ പരിഹാരത്തിനായിട്ട് ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളിൽ നിന്ന് ലഭിക്കാം. നീരാഞ്ജനമൊക്കെ ആ ഒരു ശിവക്ഷേത്രത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർ നടത്തുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, സാധാരണ നമ്മൾ പറയാറുണ്ട് കണ്ണിൽ കൊള്ളാനുള്ളത് ആ ഒരു പിരികത്ത് തട്ടിപ്പോയി എന്ന്. ഈ ഒരു ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ ആ ഒരു പിരികത്തും തട്ടാണ്ട് ഒന്നും നമ്മളെ ബാധിക്കാതെ സ്വസ്ഥചിത്തനായി ഐശ്വര്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത് ആ ഒരു ശനിയുടെ കഠിനമായ ദോഷം ഏറ്റിട്ടുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മറ്റ് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഞങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണ്ടേ എന്ന്. നിങ്ങൾക്ക് സമയം ഇപ്പോൾ കുറച്ച് അനുകൂലമാണ്. അതുകൊണ്ട് ഈ ഒരു സമയം നിർബന്ധമായും ആ ഒരു ശിവരാത്രി വ്രതം കൂടി നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ആ ഒരു ഐശ്വര്യത്തിന്റെ തോത് വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഇനി അതുകൂടാതെ ഈ ഒരു ശനി ചാരവശാൽ 3, 6, 11 ഭാവങ്ങളിൽ ഒഴികെ മറ്റ് എവിടെ നിന്നാലും അല്പാൽപ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്നതാണ്. ഈ ഒരു കണ്ടകശനിയോ അഷ്ടമത്തിൽ ശനിയോ ജന്മശനിയോ തുടങ്ങിയ ദോഷങ്ങൾ ഇല്ലാത്ത എല്ലാവരും ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. അതിലൂടെ വരാനിരിക്കുന്ന വിപത്തുകളെ ആ ഒരു പരമേശ്വരൻ തന്റെ തൃക്കരം കൊണ്ട് തട്ടി നീക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഭഗവാന്റെ തൃക്കരത്തിൽ ദോഷങ്ങളിൽ നിന്ന് നമ്മളെ മറച്ചു പിടിക്കുകയും സകലവിധമായ സൗഭാഗ്യങ്ങൾ ആ ഒരു തൃക്കരം കൊണ്ട് നമുക്ക് കോരി നൽകുകയും ചെയ്യും. അതിനുവേണ്ടി ഭക്തിയോടുകൂടി ചിട്ടയോടുകൂടി ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ആചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.